മരവാൾ ഷജറകളെ, സമസ്തയിൽ ഇനി നിങ്ങളെ കളി നടക്കൂല. നിങ്ങൾ ആദരിച്ചിരുന്ന, നിങ്ങൾ ബഹുമാനിച്ചിരുന്ന, ഒരു ഫോൺ വിളിക്ക് വേണ്ടി കാത്തിരുന്ന നിങ്ങളുടെ നേതാവ് പിണറായി വിജയനെ കേരള ജനത വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ കളി നടക്കൂല. അതുകൊണ്ട് ഷജറകൾക്ക് വേണ്ടി കളവ് പറഞ്ഞ മുഷാവറങ്ങൾ ഓർത്തോളൂ. നിങ്ങൾ ഷജറകൾക്ക് വേണ്ടി കളവ് പറഞ്ഞതാണ്. മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഷജറകൾക്ക് വേണ്ടി നിങ്ങൾ കളവ് പറഞ്ഞു. സമസ്ത മുഷാവറങ്ങൾ, ചില മുഷാവറങ്ങൾ മിണ്ടാതിരുന്നു. ഷജറകൾ സമുദായത്തിൽ വലസി, അങ്ങനെ സമുദായത്തിന്റെ പ്രതിരോധത്തിലാക്കാൻ നോക്കി. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വന്നു, ജനം നിങ്ങളെ കൈകാര്യം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജബ്ബാറാജിക്കെതിരെ വന്നു, ജനം നിങ്ങളെ കൈകാര്യം ചെയ്തു. ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ കളവും കള്ളത്തരവും പൊള്ളത്തരവും സമസ്തയിൽ നടക്കൂല. സമസ്ത ഇനി ഞങ്ങളുടേതാണ്. അറിയുമോ? നിങ്ങള് ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനെയും നാസർ ഫൈസി കൂടത്തായി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട സമസ്തയിൽ പാരമ്പര്യമുള്ള പണ്ഡിതൻ ബഹാവുദ്ദീൻ ഉസ്താദിനെയും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു. ഹക്കീം ഫൈസി യാദൃശ്യരുടെ പ്രസംഗം അപ്പുറവും ഇപ്പുറവും കട്ടുമുറിച്ചുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചു. കളവും കള്ളക്കിതാബും കള്ളത്തരവും പൊളത്തരവുമായി നിങ്ങൾ സമസ്തയെ കൈയടക്കി വെച്ചു. ഒരുപാട് കുട്ടികളെ പുറത്താക്കി, കണ്ണീര് കുടിപ്പിച്ചു, ഉസ്താദുമാരെ വേദനിപ്പിച്ചു. ഇനി നടക്കൂല. അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ കയ്യിൽ ആയുധം? ഞങ്ങളോട് ആരും കളിക്കണ്ട, കളിച്ചാൽ ഞങ്ങൾ വോട്ട് അപ്പുറം ചെയ്യും. അല്ലേ? നിങ്ങളിങ്ങനെ വിറപ്പിക്കായിരുന്നു. നിങ്ങൾക്കൊന്നും വരാനില്ല. നിങ്ങൾക്ക് ഇവിടെ റോഡ് വേണ്ട, പാലം വേണ്ട, നിങ്ങൾക്ക് വികസനങ്ങളൊന്നും വേണ്ട. അവകാശങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് സുന്നി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ കളികളും നിങ്ങൾ നടത്തി. പല ആളുകളെ നിങ്ങൾ പുറത്താക്കി. ഇതാ ഇനി നിങ്ങളെ കളി നടക്കൂല. കളി അവസാനിച്ചിരിക്കുന്നു. ഇനി കിതാബോധത്തെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങും. സമസ്ത മുഷാവർ ഓർമ്മച്ചോ. ഷജറകൾക്ക് വേണ്ടി കളവ് പറയണ്ട, ഷജറകളെ താലോലിക്കണ്ട, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ താലോലിക്കാൻ നോക്കണ്ട. ഇനി ഞങ്ങൾക്കറിയാം, കാറ്റ് മാറി വീശി ഇനി നിങ്ങൾ UDF നേതാക്കന്മാരെ പിന്നാലുണ്ടാവുന്നു. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കും ബുദ്ധിയുണ്ട്. കിതാബ് ഓതിട്ടില്ല, പക്ഷെ ബുദ്ധിയുണ്ട്. നാളെ മുതൽ നിങ്ങൾ UDF നേതാക്കളെ പിന്നാലുണ്ടാകും. അല്ലേ? അതാണ് ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് പാണക്കാട്ടേക്ക് വന്നത്. CAC പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞ്. എല്ലടോ, നിങ്ങളല്ല പറഞ്ഞിരുന്നു സമസ്ത മുഷാവറ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമസ്ത മുഷാവറയിൽ എടുക്കാൻ പറ്റൂല. അല്ലേ? പിന്നെ എന്തിനാണോ നിങ്ങൾ പാണക്കാട്ടേക്ക് വന്നത്? ഞങ്ങൾക്കറിയാം, നിങ്ങൾ കാറ്റ് മാറി വീശുമ്പോ UDF നേതാക്കന്മാരെ പിന്നാലെ നിങ്ങൾ നടക്കും എന്നറിയാം. പക്ഷേ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് CAC സ്ഥാപനങ്ങളെ, വഫിയകളെ നിങ്ങൾ കള്ളക്കിതാബ് വായിച്ച് പുറത്താക്കി. ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞങ്ങളത് പരസ്യമായി പുറത്തു പറയും, പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങും, നിങ്ങളെ കൂടെ തിരുത്തിക്കും. വഫിയകളെ പുറത്താക്കാൻ നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. സമസ്ത അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെതല്ല, മുക്കം ഉമർ ഫൈസിയുടേതല്ല, അബ്ദുസലാം ബാക്കി വടക്കേക്കാണ്ടേതല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതുമല്ല. ഞങ്ങൾക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റായതിനു ശേഷം ഷജറകൾ അയിഞ്ഞാടി, ഫിത്നക്കാർ അയിഞ്ഞാടി. അവർക്കെതിരെ ഒരു നടപടിയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുത്തിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സമസ്ത ഈ രൂപത്തിലായത്. അതുകൊണ്ട് ഇനി കളി നടക്കൂല. നിങ്ങൾക്ക് പോകാം. സമസ്ത പഴയതുപോലെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. സമസ്ത നിങ്ങളുടേതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരുത്തിക്കോളൂ. ഇനിയെങ്ങാനും ഷജറകളെ താലോലിച്ചാൽ ഞങ്ങൾ പരസ്യമായ റോട്ടിലേക്ക് ഇറങ്ങും. ഓർമ്മിച്ചെന്നോളി. എല്ലാ മുഷാവറങ്ങളും നിങ്ങളെ മൗനം ഞങ്ങൾ കേൾക്കണ്ട. മൗനമായിരിക്കുന്നവർ എന്തിന് മുഷാവറിൽ ചേരണം? എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോളൂ. അവിടെ അള്ളാനെ പേടിക്കുന്നവർ ആ കസേരയിൽ ഇരിക്കട്ടെ. നിങ്ങൾ ആർക്ക് വേണം? അതുകൊണ്ട് ഇനി പിണറായി വിജയനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പല പ്രഖ്യാപനങ്ങൾ നടത്തേണ്ട. കാലം കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങൾ അണ്ടിപ്പോയ അണ്ണാനെ പോലെ ആയിരിക്കുന്നു. മര്യാദക്കുന്നോളി. ഇനി CAC കുട്ടികളെ കുറിച്ച് കളവ് പറയണ്ട, കാന്തപ്പുറത്തിനെ താങ്ങാൻ പോകണ്ട. അതൊക്കെ നിങ്ങൾ ചെയ്തതാണ്.
നിങ്ങൾ കാന്തപുരം അബൂബക്കർ സാഹിബ് ഒരു വാദവും മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് നിങ്ങൾ ആവശ്യമില്ലാതെ പിന്തുണക്കുന്നു. സമസ്തക്ക് അഭിമാനമായ വാഫി വഫിയകളെ നിങ്ങൾ വേദനിപ്പിക്കുന്നു, അവരെ പുറത്താക്കുന്നു, വീണ്ടും വീണ്ടും പുറത്താക്കുന്നു. പുറത്താക്കിയിട്ടും നിങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനി നടക്കൂല. നിങ്ങളെ വെള്ളവസ്ത്രം ഞങ്ങൾ കാണണ്ട, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കണ്ട. അതൊക്കെ വെറും പ്രകടനപരത മാത്രമാണ്. നിങ്ങളുടെ കൽബില് തഖ്വയില്ല, അള്ളാനെ പേടില്ല. നിങ്ങൾ പേടിച്ചിരുന്നത് പിണറായി വിജയനെയായിരുന്നു. ആ പിണറായി വിജയനെ ജനം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അറിയോന് വർത്താനം? അതുകൊണ്ട് നിർത്തിക്കോളി. സമസ്തയിലെ ഈ കളി നിർത്താം. സമസ്തയിൽ നിങ്ങളെ കളിക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, വഫികളെ പുറത്താക്കാൻ, CSC പുറത്താക്കാൻ ഒരു മുഷാവറങ്ങത്തിനും അധികാരമില്ല. കാരണം സമസ്ത നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ എണ്ണിക്കോളൂ. മിനിഞ്ഞാന്ന് സുപ്രഭാതം ഓൺലൈൻ ചാനൽ വന്ന ഒരു കുറിപ്പാണ്, ഒരു പരസ്യ കുറിപ്പാണ്, ഒരു കുറിപ്പാണ്. എന്തതിലുള്ള സുപ്രഭാതം? ചെലവ് സൗദി സർക്കാർ വഹിക്കും. മദീന യൂണിവേഴ്സിറ്റിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. മെയ് 21 വരെ അപേക്ഷിക്കാം. അടിപൊളി കോഴ്സുകൾ. ഈ സ്ഥാപനത്തിൽ അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ആ കുട്ടി അവിടെ പഠിക്കാൻ പോയി. പഠിക്കുന്നതിനിടയിൽ അവിടുത്തെ ചില പ്രൊഫസർമാരുടെ ശിദ്ദത്ത് കുട്ടിക്ക് വളരെ പ്രയാസമുണ്ടാക്കി. എത്രത്തോളം എന്നാൽ ചില മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ വാദം ഇമാം ഗസാലി ഏറ്റവും വലിയ കാഫിറാണെന്നാണ്. അത് സഹിക്കാൻ കഴിയാതെ ആ കുട്ടി സ്ഥാപനം വിട്ട് ഇറങ്ങിപ്പോന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ അബ്ദുൽ നാസർ മഅദനിയുടെ കുട്ടിയായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് എന്ന മോന് ഒരു അടിസ്ഥാന ഇസ്ലാമിയത്ത് ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയുടെ വാപ്പ ഒരു വലിയ സുന്നി സ്കോളറായി അറിയപ്പെട്ട ആളല്ല. അദ്ദേഹം ആദ്യകാലത്ത് ഒരു വാർത്ത പറയുന്ന ആളായിരുന്നു. പിന്നീട് രാഷ്ട്രീയ നേതാവായിട്ടും ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. ഏതെങ്കിലും സുന്നി സംഘടനയുടെ പ്രൊമോട്ടറാണോ ഈ കുട്ടിയുടെ വാപ്പ? അല്ല. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മുൻഗാമികളോടുള്ള ബഹുമാനം. ഇപ്പൊ ഒരു മതസ്ഥാപനത്തിന്റെ പരസ്യം പറയുക. ആരാ പറയുന്നത്? ഒരു യുവതി, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു യുവതി. ആ പെണ്ണിന് ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഈ കൈ എന്ന് പറഞ്ഞാൽ കൈ പറഞ്ഞ മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ വലിയൊരു ഭാഗം. മുഖം കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു മുഖം, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന കൈ. അത് പരസ്യം പറയാണ്. എന്തിന്റെ പരസ്യം പറയുന്നത്? ഒരു മതസ്ഥാപനത്തിന്റെ പരസ്യം പറയാ. ഈ മതസ്ഥാപനം നടത്തുന്നതാരാ? മൂല്യന്മാരും തങ്ങന്മാരും. ഇപ്പൊ നിങ്ങൾ വേഗം പറയും തങ്ങന്മാരെ കുറ്റം പറയണ അയാള്. കുറ്റം തന്നെയാടാ പറയണത്. എന്റെ തങ്ങളെ എനിക്ക് പേടിയില്ല. എന്റെ തങ്ങളല്ലട എങ്ങായി അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന ആള്. അത് വേറെയാണ്. ഇത് തോന്നിയാസല്ല. ഈ തോന്നിയാസം. ഇതൊരു ക്ലബിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് പറഞ്ഞു ഒഴിവാകാം. അത് ക്ലബിലേക്കപ്പൊ നമ്മളെ മുസ്ലിം പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ ക്ലബൊക്കെ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒഴിവാകാം. അതല്ലല്ലോ പ്രശ്നം. സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയുള്ള മാർഗാണല്ലോ എന്ത്? മതസ്ഥാപനം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, ശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ളതല്ലേ അത്. ഒരു കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടി, കൈ ഇവിടുന്ന് അങ്ങോട്ട് ഒന്നുമില്ല, ഒരു കർച്ചീഫ് വരെ ഇല്ല. നിങ്ങളിൽ ആ പരസ്യം കണ്ടവരുണ്ടോ? ഉണ്ടല്ലോ. കണ്ടില്ല? എവിടെ ഇപ്പൊ എത്തിയത്? എവിടെ എത്തിയത്? ഞാൻ ആ മതസ്ഥാപനത്തിനെതിരല്ല, ഞാൻ ഷജറയല്ല, അങ്ങനെ വിചാരിക്കണ്ട. പക്ഷെ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ എത്തിയെങ്കിൽ ഇത് ലിബറലിസം അല്ലേ? ഇത് ലിബറലിസം ആണോ? അല്ലേ? ഇതെന്താ സാധനം? ഇത് ലിബറലിസം അല്ലേ? എവിടേക്കാ നിങ്ങൾ എത്തുന്നത്? ഈ യുവതിയായ പെണ്ണ് എന്താ പറയുന്നത്? ഞങ്ങളെ ഇന്നാലിന്നെ പിന്നെ ഉള്ള കീഴിലുള്ള സ്ഥാപനത്തിൽ വരി, മതസ്ഥാപനത്തിൽ ഇന്നാലിന്ന മൂല്യന്മാർ തങ്ങന്മാരും ഒക്കെ നടത്തുന്ന സ്ഥാപനം, സുന്നി സ്ഥാപനം. നമുക്ക് വഹാബികളാണെങ്കിൽ എന്ത് പറയാ? നമുക്കവിടെ ഒഴിയ എന്ത്? അത് വഹാബികൾ പണ്ട് അങ്ങനത്തെ
വഹാബികളാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു ചെയ്യാലോ, ഇത് വഹാബിയല്ലല്ലോ. എവിടുക്ക നിങ്ങൾ പോണത്? എവിടുക്ക നിങ്ങൾ എന്ത് വിചാരിക്കാതെ? ഇപ്പൊ ഞാൻ കുറച്ച് ആളുകളോട് നേരത്തെ പറഞ്ഞിരുന്നു, 2030 ആവുമ്പോഴത്തേനെങ്കിലും സുന്നികൾ പെണ്ണുങ്ങൾ ജുമാ കൊണ്ടുപോകും. അപ്പോഴത്തേന് ഒരു ലോകം ഇളകി. എടാ, ജുമാ കൊണ്ട് നിസ്സാരപ്പെട്ട കാര്യമല്ലേ? ജുമാക്കൊരു പെണ്ണ് അടച്ചു മുറിച്ച് ഒതുങ്ങിയും വന്ന് പോവുകയാണെങ്കിൽ ജുമാ സ്വഹീഹാവുമെന്ന് പണ്ഡിതന്മാർക്ക് ഫത്വയുണ്ടല്ലോ. അവളെ ഇളക്കിക്കൊണ്ടുവരാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് നമ്മുടെ രീതിയല്ല. അതേ സമയത്ത് അവൾ ജുമാക്കൊരു പെണ്ണ് മറച്ചും പിടിച്ചും വന്നവൾ ജുമാ നിസ്കരിച്ച് പോവുകയാണെങ്കിൽ അവൾ ളുഹർ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ആർക്കുണ്ട്? അഹ്ലു സുന്നന്റെ ഫുഖഹാന്റെ അഭിപ്രായം ഉണ്ടല്ലോ. ഇതില്ലേ പറ? നമ്മളെ നാടാകെ പെരുമ്പറ കൊട്ടി പെണ്ണുങ്ങളെ ജുമാക്കരി എന്ന് പറയുന്ന രീതി ഇസ്ലാമിന്റെ രീതിയല്ല. ജുമാഅത്തും ജമാഅത്തും പങ്കെടുത്ത ഉമ്മാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഒരാളെയും എനിക്കറിയില്ലെന്ന് ഇമാമിന ഷാഫിഈ. അപ്പൊ നമ്മുടെ രീതിയല്ല. അതേ ഷാഫി ഇമാമിന്റെ ഫിഖ്ഹിൽ എന്തുണ്ട്? നീ ഒരു അടങ്ങി ഒതുങ്ങിയ ഒരു പെണ്ണ് ജുമാക്ക് വരികയാണെങ്കിൽ അവളെ എന്ത് ചെയ്യേണ്ടതില്ല, ഓടിക്കേണ്ടതൊന്നുമില്ല. പ്രേരിപ്പിച്ച് കൊണ്ടുവരല് ഖൈറല്ല. അവൾക്ക് ഏറ്റവും നല്ലത് എന്ത് അവളെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഖൈറാണല്ലോ വേണ്ടത്. ഖൈറിനെ ഒരു വീട്ടിൽ നിസ്കരിക്കണ്ട്. ഇനി അവള് വന്നാൽ തന്നെ ജുമാ 2 റക്അത്ത് നിസ്കരിച്ച് പോയാൽ അവളെ എന്ത് ചെയ്യേണ്ടതുമില്ല, ജുമാ ളുഹർ നിസ്കാരം നടക്കേണ്ടതുമില്ല. ഇതൊക്കെ ഫിഖ്ഹല്ലേ. അതേസമയത്ത് ഇപ്പൊ നിങ്ങൾ കാട്ടിയതോ? ഒരു മുസ്ലിം തന്നെ മറുപടി, എന്താ ഇയാൾ ഈ പറയുന്നത്? ഈമാനുള്ള ഒരു പെണ്ണോ അത് ചെയ്യൂല, ജുമാക്കൂല. ഈമാൻ ഉണ്ടെങ്കിൽ ചെയ്യൂല എന്ന് പോന്താ ഈ അന്തംഗമ്മിയെ. ഇവിടെ ഇപ്പൊ ആരെ പറ്റി പറയുന്നത്? ഈ അന്തംഗമ്മിക്ക് എന്തറിയും? അതാണോ ഇതാണോ പ്രശ്നം? അതിന് ഫിഖ്ഹിലൊരു വഴി കണ്ടെത്താലോ. ഇതിനോ എന്ത് വഴി? ഞങ്ങൾ ഒരു ഉമ്മാമയല്ല. ഉമ്മാമയാണെങ്കിൽ തന്നെ തെറ്റാണ്. ഒരു ഉമ്മാമയല്ല അത് ചെയ്തത്, പിന്നെ ആരാ? ഒരു പെൺകുട്ടി, ഒരു യുവതിയായ പെൺകുട്ടി. അങ്ങനെ ഇപ്പൊ എന്നോടൊരാൾ പറഞ്ഞു, അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരാളുമല്ല, ഒരാൾ മാത്രമല്ല. ഒരു സുന്നി സ്ഥാപനത്തിൽ അവരെ വാദപ്രകാരമെങ്കിലും അവര് സുന്നിയാണല്ലോ. അവരുടെ വാദപ്രകാരമെങ്കിലും അവര് സുന്നിയാണ്. എവിടേക്കാ പറ്റിയത്? എവിടെയാണ് എത്തിയത്? നമുക്ക് ഇതൊക്കെ യൂറോപ്പിന്റെ സ്വാധീനങ്ങളാണ്. ഇതിനാണ് ദുഖാൻ എന്ന് പറയാം. ഇതാണ് ദുഖാൻ. ഇത് ദുഖാൻ ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് ആർക്കും അതിനെ എതിർക്കാനും കഴിയില്ല. എതിർത്താൽ നേരെ എതിർത്ത് എന്താണ് ഞാലിന്നെ എന്താ പറയാ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങി വന്ന തങ്ങളല്ലേ എന്റെ പ്രസിഡന്റ് എന്നാ പറയാ. പിന്നെ ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആ തങ്ങൾ ഇറങ്ങി വരുന്ന ഞങ്ങൾ കണ്ടതല്ലേ, എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിനെ എതിർക്കുന്ന പറയാം. അങ്ങനെയാണോ പറയാ? തങ്ങന്മാരുള്ളതിനെ നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോലെ തങ്ങന്മാർക്ക് എന്ത് തോന്നിയാസം ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഇപ്പൊ നിങ്ങൾ വന്ന ക്ലാസ്സിന് വന്ന് വിട്ടുപോയോ? നിങ്ങൾ സൗകര്യം വന്നാൽ മതി, നിങ്ങൾ വരല, എനിക്ക് ആവശ്യമില്ല. ഇവിടെ ഇത് പറയണ ദീനാണ്. യാതൊരു ബോധം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആർക്കില്ല? സുന്നികൾക്കില്ല. മറ്റൊരു ബോധമില്ലാത്ത കൂട്ടാണ് നമ്മൾ പണ്ടേ പറഞ്ഞു ഒഴിവാക്കണല്ലേ. വഹാബിക്ക് ബോധമില്ല എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ട്? വഹാബിക്ക് പണ്ടേ ബോധമില്ലല്ലോ. എന്തപ്പോ എവിടെയാണ് നമ്മൾ എത്തിയത്? എന്തപ്പോ നമ്മുടെ അവസ്ഥ? നമ്മൾ ചിന്തിക്കും. ഇതിനാണ് ദുഖാൻ അറിയാം. എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിരിക്കുക. ബഹുമാനപ്പെട്ട ഇതിപ്പോ സുപ്രഭാത ഓൺലൈൻ ചാനൽ ആരാണ് കാണുക? ബഹുമാനപ്പെട്ട സുന്നികള്. പ്രത്യേകിച്ച് സുഹാബി ഗ്രൂപ്പുകൾ പറയുന്നത് ഷജറകളുടെ നിയന്ത്രണത്തിലാണ്. ഷജറകളെ പറ്റി പറയുന്നത് ഞങ്ങൾ കടുകട്ടി മദീനത്തെ ഇസ്ലാമിനെ അങ്ങനെ നടപ്പിലാക്കുന്ന. ഏതാണ് മദീന യൂണിവേഴ്സിറ്റി? വഹാബിസത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. ഇത്രയും വഹാബിസം ലോകത്ത് പ്രചരിപ്പിച്ച ഒരു സ്ഥാപനം ഉണ്ടാവില്ല. അവരെ വീക്ഷണപ്രകാരം നമ്മളെ ഇമാമുകളിൽ ഏറിയ കുറും കാഫിറുകളാണ്.
എന്റെ അറിവനുസരിച്ച് അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. എന്റെ അറിവനുസരിച്ച്, എന്റെ അറിവെന്ന് എടുത്ത് പറയാം. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. രോഗിയായി കിടക്കുക, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനോ ഒന്നുമല്ല, പക്ഷെ സമൂഹത്തിൽ ആവശ്യമുള്ളൊരു ആളായി നേരത്തെ നിന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്ത് സന്തോഷം, കുടുംബത്തിനും അവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് എൻ്റെ അറിവെന്ന് എടുത്ത് പറയാനുണ്ട്. എൻ്റെ അറിവാണ്, എൻ്റെ അറിവെന്ന് എടുത്ത് പറയാൻ, എൻ്റെ വാർത്ത എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് എടുത്തു പറയാം. ഈ സ്ഥാപനത്തിൽ അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ആ കുട്ടി അവിടെ പഠിക്കാൻ പോയി. പഠിക്കുന്നതിനിടയിൽ അവിടുത്തെ ചില പ്രൊഫസർമാരുടെ ശിദ്ദത്ത് കുട്ടിക്ക് വളരെ പ്രയാസം ഉണ്ടാക്കി. എത്രത്തോളം എന്നാൽ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ വാദം ഇമാം ഗസാലി ഏറ്റവും വലിയ കാഫിറാണെന്നാണ്. അത് സഹിക്കാൻ കഴിയാതെ ആ കുട്ടി സ്ഥാപനം വിട്ടിറങ്ങിപ്പോന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ അബ്ദുൽ നാസർ മഅദനിയുടെ കുട്ടിയായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് എന്ന മോന് ഒരു ഇസ്ലാമിയത്ത്, അടിസ്ഥാന ഇസ്ലാമിയത്ത് ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയുടെ വാപ്പ ഒരു വലിയ സുന്നി സ്കോളറായി അറിയപ്പെട്ട ആളല്ല. അദ്ദേഹം ആദ്യകാലത്ത് ഒരു വാർത്ത പറയുന്ന ആളായിരുന്നു, പിന്നീട് രാഷ്ട്രീയ നേതാവായിട്ടും ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. ഏതെങ്കിലും സുന്നി സംഘടനയുടെ പ്രൊമോട്ടറാണോ ഈ കുട്ടിയുടെ വാപ്പ? അല്ല. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മുൻഗാമികളോടുള്ള ബഹുമാനം, എനിക്ക് ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അബ്ദുൽ നാസർ മഅദനിയോട് ഒരു ബഹുമാനം തോന്നി. ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ടായതുകൊണ്ടല്ലേ ആ കുട്ടി ആ കോഴ്സ് എവിടെയാ പഠിക്കുന്നത്? മദീന യൂണിവേഴ്സിറ്റിയിൽ. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ലോകത്ത് എവിടെയും ഏത് വഹാബി സ്ഥാപനത്തിലും വലിയ അക്കശമ്പളത്തിൽ ജോലി കിട്ടും. യൂറോപ്പിൽ ഇഷ്ടം പോലെ വഹാബി സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും വഹാബി സ്ഥാപനങ്ങളുണ്ട്. ആ വഹാബി സ്ഥാപനങ്ങൾ വളരെ ഡോളർ ബേസിൽ എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ആ കോഴ്സ് പൂർത്തിയാക്കി പോന്നാൽ മതി. പക്ഷെ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ സംസാരങ്ങൾക്കിടയിൽ എന്ത് പറഞ്ഞു, അവരുടെ വീക്ഷണം മനസ്സിലായി. ഈ അബൂ ഹാമിദ് അൽ ഗസാലി, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാൻ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ ഒരാൾ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. അതാണ് അബൂ ഹാമിദ് അൽ ഗസാലി, ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ആ മഹാൻ. ആ ഇമാം ഗസാലി കാഫിറാണ് എന്ന് ആ പ്രൊഫസർമാർ പറയുമ്പോൾ ഈ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. തർക്കിച്ചിട്ടും അവർ മാറുന്നില്ല. അവസാനം കുട്ടി ആ കോഴ്സ് ഉപേക്ഷിച്ചു. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വളർത്തി, നമ്മളെ മദ്രസ മുഅല്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന നമ്മുടെ കടുകട്ടിയായ സുന്നികളുടെ പത്രമാണ് ഏത്? സുപ്രഭാതം. അതിന്റെ ഓൺലൈൻ ചാനലിൽ മിനിഞ്ഞാന്ന് വന്ന് വരസിയത്. ഇമാം അശ്അരി ഒക്കെ കാഫിറാന്ന ഒരു വാദം, അബുൽ ഹസൻ അശ്അരി കാഫിറാന്ന ഒരു വാദം, അബൂ മൂസ അശ്അരി കാഫിറാന്ന ഒരു വാദം. വലിയൊരു ആൾക്കൂട്ടം കൂടിയിട്ട് കഴിഞ്ഞ ഒരു ജുമുഅ നടത്തി തുർക്കിയിൽ ഒരു ജുമുഅ നടന്നിട്ടുണ്ട്. ഒരു വലിയ ഒരു പൂട്ടപ്പെട്ട സ്ഥാപനത്തെ തുറന്ന് ഒരു ജുമുഅ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ബിഫോർ 5 years ഒരു 6 years അല്ലേ? ഓർമ്മയില്ലേ ആ സംഭവം? അതിൽ ഒരു ചർച്ച വന്നപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത്, അവിടെ ജുമുഅ നടത്തിയതിനെ കുറിച്ചല്ല എന്റെ വേവലാതി, ആ ജുമുഅയിൽ പങ്കെടുക്കുന്നവരെല്ലാം ളുഹർ മടക്കി നിസ്കരിക്കണം. കാരണം ആ ജുമുഅക്ക് ഇമാമത്ത് നിന്നത് ഒരു മാതുരിദി വിശ്വാസക്കാരനാണ്. മാതുരിദികൾ കാഫിറാണ്. ഇതാണ് അവരുടെ വിഷയം. ഇതിന് പരസ്യം കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ആരാണ്? സുപ്രഭാത ഓൺലൈൻ ചാനൽ. ഇനി എന്തെങ്ങൾക്ക് വേണ്ട? അപ്പൊ ഈ സ്വഹാബി എന്ന് പറയുന്നതിന് അപ്പുറത്താണത്. ഞാൻ പണ്ട് നിങ്ങളോട് പറയുന്നത് ഷജറയും സ്വഹാബിയും തമ്മിൽ സംഘടന വൈരം മാത്രമേ ഉള്ളൂ, ദീനില്ല. രണ്ടുടം ദീനില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇല്ല. ഷജറ എന്ന് പറഞ്ഞാൽ ഹമാക്കത്തിന്റെ അക്സവായിട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമാക്കത്ത് ഷജറയാണ്. ദീൻ എന്ന് പറഞ്ഞ സാധനം അവരുടെ കയ്യില്ല. ഇതാണ് ദുഹാൻ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ വളരെ ഭയപ്പെടാൻ ഞാൻ ചിന്തിക്കണം. പേടി വിഷമം കൊണ്ട് പറയല്ല നിർവാഹം. നിങ്ങളെ എവിടെ ആശ്രയിക്കാം?
നിങ്ങൾ എന്തിനവലംബിക്കും? അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കാര്യമുണ്ട്. എന്ത്? ഓൺലൈൻ ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസം നിങ്ങളോട് പറയുന്നുണ്ട് ഓൺലൈൻ വേണ്ട, ഫോൺ എടുത്തോളൂ. അതിൽ ഡയൽഡ് ഓപ്ഷനും മനസ്സിലായില്ല, റിസീവ്ഡ് ഓപ്ഷനും അത്ര തന്നെ, ബാക്കിയൊന്നും നിങ്ങൾ നോക്കണം. പിന്നെ നേരം വിളിക്കാൻ കാലത്ത് തഹജ്ജുദ് വേണ്ടിയിട്ട് അത് നമുക്ക് നിൽക്കില്ല. അതിനപ്പുറം വേണ്ട. ഞാൻ ഈ ഫോണിലൊന്നും അതല്ലാതെ ഒന്നും ഉപയോഗിക്കൂല. വാട്സപ്പ് ഉണ്ട്, ഒഴിവാക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അത് ഒഴിവാക്കണം. ഇന്നലെ വാട്സപ്പിൽ എനിക്കൊരാൾ അയച്ചത് ഞാനത് കണ്ടു, എന്തായി കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് നല്ലത് എന്താ അറിയാം, ആ ദുഹാനിൽ നിങ്ങോട്ട് പോരുക. ഹബീബാന് ബഹുമാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ ഇന്നലെ ഇങ്ങനെ ഫിത്തന ഞാൻ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് കിട്ടി. عن أبي الزاهري عن حدثنا بقية بن الوليد أبو اليمان جميعا عن حريز بن عثمان عن أبي الزاهري قال إذا قذف قوم بفتنة ഒരു സമൂഹത്തെ ഫിത്ന കൊണ്ട് എറിയപ്പെട്ടാൽ فلو كان فيهم أنبياء لافتتنوا അമ്പിയാക്കൾ ആ ഫിത്നയിൽ ഉണ്ടെങ്കിൽ പോലും, അക്കാലത്ത് അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ പോലും ഫിത്നയിലോട്ട്. എന്തായി പറഞ്ഞ് എന്താ പറഞ്ഞ്? ഫിത്ന കാലഘട്ടത്തെ ഭയപ്പെട്ടോളി. ഫിത്ന വന്നു കഴിഞ്ഞാൽ അമ്പിയാക്കളിൽ പോലും അതിൽപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയാത്തൊരവസ്ഥ വരും. വലൂക്കാനഫി അമ്പിയാവും, അവരെ കൂട്ടത്തിൽ ആരുണ്ടെങ്കിൽ പോലും, അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ പോലും ലഫ്തത്തിന് ഫിത്നയിലാവപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയൂല, എന്താണ് അവസ്ഥ അറിയൂല, എന്താണ് ഒന്നും അറിയൂല, നമുക്കൊന്നും അറിയൂല. ഫിത്നയിൽ അകപ്പെട്ടു പോകും. يا أيها الناس حبيب أن سمع أبا موسى يقول حدثنا أبو معاوية عن الأعمش عن أبي وائل سمع أبا موسى يقول يا أيها الناس ജനങ്ങളെ, അബൂ മൂസ തങ്ങളോട്, ജനങ്ങളെ, ഇന്നഹാ ഫിത്നത്തുൻ, അത് വല്ലാത്തൊരു ഫിത്നയാണ് അവസാന കാലത്ത് വരാൻ പോകുന്നത്. തദഉൽ ഹലീമ ഫിഹാ കഅന്നമാ ഉലിദ അംസ്. ഒരു വിവേകശാലിയായ മനുഷ്യൻ പോലും ഫിത്ന കാലഘട്ടത്തിൽ ഇന്നലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയാവും. അതായത് ഒന്നും മനസ്സിലാവില്ല. കഅന്നമാ ഉലിദ അംസ് കമാ അന്നമാ ഉലിദ അംസ്. ഇന്നലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയും വിവേകിയും നല്ല വിവേകവും ബുദ്ധിയും ബോധവും അറിവുള്ള ആളുകൾക്ക് പോലും ഫിത്ന കാലഘട്ടത്തിൽ അവസാന ഖിയാമത്ത് നാൾ തൊട്ടുമ്പ് ഫിത്ന വരും. ആ ഫിത്നയാണ് ദുഹാൻ. തിരിച്ചറിയാൻ കഴിയില്ല. കഅന്നമാ ഉലിദ അംസ്. ഏതോ ബുദ്ധിയില്ലാത്തവനല്ല, ഹലീം, അതായത് വിവേകശാലിയായ ബോധമുള്ള മനുഷ്യൻ പോലും ആ കാലത്ത് അകപ്പെട്ടു പോയാൽ അവനെ എന്തായി പോവും? കഅന്നമാ ഉലിദ അംസ്. പറ, ഇന്നലെ പ്രസവിക്കപ്പെട്ടതുപോലെയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ അറിയില്ല, ആ ബുദ്ധി ഉയർന്നു പോവും. ഇപ്പൊ നിങ്ങളിപ്പോ ഷജറയില കൂടെ സ്വാബില കൂടെ നിങ്ങൾക്ക് തിരിയുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നല്ല എന്താണ് രണ്ടിലും കൂടാതിരിക്കുക. പഴയ കാലത്ത് സാലിഹ്യങ്ങൾ പഠിപ്പിച്ചെന്ന ആ ദീനനുസരിച്ച് അങ്ങനെയാണ് പോയിക്കും. ഒന്നിനും പോണ്ട. ചോറ് തിന്നാലല്ലേ ഈ പ്രസംഗം കേൾക്കണ്ടുള്ളൂ. ചോറ് തിന്നണ്ട, പ്രസംഗം കേൾക്കണ്ട. മനസ്സിലായില്ല? രാമനെ കഞ്ഞി കൊടുത്തപ്പോൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആറ്റാട്ടം പറഞ്ഞു. ആറ്റാട്ട് പറഞ്ഞാൽ അതായത് നെല്ലിലേക്ക് കിളികൾ വരുന്നത് ആട്ടണം. രണ്ടാം ദിവസം കഴിഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു കഞ്ഞി കുടിച്ചോ. രാമൻ അന്ന് കഞ്ഞി കുടിച്ചില്ല. എന്തുകൊണ്ട്? കഞ്ഞി കുടിച്ച കിളി ആട്ടേണ്ടി വരും. കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, പക്ഷെ പിന്നെ ഒരു 4 മണി വരെ നിന്നാണ് എന്ത് ചെയ്യണം? ആ വെയിലത്ത് നിന്ന് കിളിയാട്ടണം. കുറച്ച് പണിയുള്ള കാര്യമാണ്. കഞ്ഞി 10 മിനിറ്റ് കൊണ്ട് തീർന്നു, പക്ഷെ ആ കിളിയാട്ടൽ വൈകുന്നേരം വരെ വേണം. അപ്പൊ പിറ്റേന്നും വിശപ്പുണ്ട്, പക്ഷെ രാമൻ പറഞ്ഞു ആ വേണ്ട മലയാളിയായിരുന്നു കഞ്ഞാട്ട.
കഞ്ഞി വേണ്ടതെന്നാ ചെയ്യാ, കുറച്ച് കിളിയാട്ട് പറഞ്ഞാൽ കിളിയ ആട്ടും ചെയ്യാം, പോകും ചെയ്യാം. നീ ആട്ടിയെ തന്നെ എണീറ്റ് പോവാ. മൂപ്പര കഞ്ഞി പള്ളയിലുണ്ടാവുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. എന്താണ് അകം, എന്താണ് അവസ്ഥ, എന്താ ഇതിന് പറയാ? ഞാൻ നേരെ ഇതിനിപ്പോ പറയും, എന്ത് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റല്ലേ, നമ്മളെ വഷളായില്ലേ നിങ്ങളെ പ്രസംഗം കൊണ്ട്. എൻ്റെ ബാപ്പ വഷളായ എനിക്കെന്തോലക്ക? ഞാൻ എൻ്റെ ഇവിടുന്ന് അച്ചാരം വാങ്ങിയിട്ട് അതിന് പ്രസംഗിക്കാൻ ഇറങ്ങിയ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താന്ന് ചിന്തിക്കണം. ഇത് കണ്ട ആയിരക്കണക്കായ ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവും. അവർക്കൊക്കെ തോന്നാണ് എന്ത് ചെലവ് വരെ ആര് വഹിക്കും? സൗദി ഗവൺമെന്റ് വഹിക്കുമല്ലോ. ആ കുട്ടി വാബിയായി വരും, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലേനോ. എന്ത് അതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. അതൊന്നും നോക്കിയിട്ട് കാര്യല്ല. മാത്രമായിരിക്കും ലോകാവസാനത്തിന്റെ അടയാളാണ്. വിജ്ഞാനത്തിന്റെ അങ്ങനെ കോഴ്സിന് നല്ല ശമ്പളം കിട്ടും, വലിയ ശമ്പളം കിട്ടും. നമ്മളാണല്ലോ ഇപ്പൊ ആവശ്യം. ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകം, ഇന്ന് ചിന്തിക്കണം. عن عبد الله بن مسعود رضي الله عنه حدثنا ابن المبارك عن المبارك عن الحسن قال قال عبد الله بن مسعود رضي الله عنه أول من جهر بالقرآن ലോകത്ത് ആദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ആളാണ് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, അഖാഫു അലൈക്കും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പറയാണ്, അഖാഫു അലൈക്കും ഫിതനൻ, ചില ഫിത്നകൾ ഞാൻ ഭയപ്പെടുകയാണ്. കഅന്നഹ അദ്ദുഖാൻ, അദ്ദുഖാൻ പോലെയായിരിക്കും ആ ഫിത്നകൾ. യമൂതു ഫിഹാ ഖൽബുൽ മുഅ്മിനി, യമൂതു ഫിഹാ ഖൽബുർ റജുലി, അതിൽ മനുഷ്യന്റെ ഹൃദയമാണ് ആദ്യം മരിക്കുക. കമാ യമൂതു ബദനുഹു, പിന്നീട് അവന്റെ ശരീരം മരിക്കും പോലെ ആദ്യം അവന്റെ ഹൃദയം മരിക്കും. ഹൃദയം ഉണ്ടാവില്ല, ഹൃദയം വർക്ക് ചെയ്യുന്നല്ല, ഹൃദയം നിശ്ചലാവും. അതായത് ഹൃദയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇൻഫർമേഷൻ തരാൻ കഴിയില്ല. യമൂതു ഫിഹാ ഖൽബുർ റജുലി കമാ യമൂതു ബദനുഹു, പിന്നീട് അവന്റെ ശരീരം മരിക്കും പോലെ ആദ്യം അവന്റെ എന്ത് മരിക്കും? ഹൃദയം മരിച്ചു. അറിയൂല എന്താ ചെയ്യേണ്ട, അറിയൂല. أنا حذيفة قيل له أي الفتن أشد عن سفيان عن جابر حدثنا ابن مهدي عن سفيان عن جابر عن عامر عن حذيفة قيل له أي الفتن أشد ഫിത്നകളിൽ ഏറ്റവും ഭയാനകമായ ഫിത്ന ഏതാണെന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ തങ്ങളോട് ചോദിക്കപ്പെട്ടു റളിയല്ലാഹു അൻഹു. ഖാല, അവർ പറഞ്ഞു, أن تعرض على قلبك الخير والشر, ഷെറിന്റെയും ഖൈറിന്റെയും മേൽ നീ വെളിവാവുക. ഫലാ തദ്രി അയ്യഹുമാ അർകബു തർകബു, എന്തുമ്പോഴാണ് കയറേണ്ടത് നിനക്ക് തിരിയാതെയാവുക. നീ രണ്ടും കാണുക, ഖൈറിനെയും കാണുക, ഷെറിനെയും കാണുക. ഇതിൽ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് നിനക്ക് തിരിയാതെയാവുക. ഇപ്പോൾ ഖൈറാൻ തോന്നിയ ഈ സാധനം അടിസ്ഥാനപരമായി എന്തായിരിക്കും? ഷെറായിരിക്കും. ഷെറും ഷെറായിരിക്കും. ചിലപ്പോ ഷെറ് ഖൈറുമായിരിക്കാം, പക്ഷെ അതറിയില്ല. ചിലപ്പോൾ ഇന്ന് നീ ഖൈറാണെന്ന് വിചാരിക്കുന്ന സാധനം അടിസ്ഥാനപരമായി എന്താണ്? അല്ലെങ്കിൽ ഏത് ഷെറും ഖൈറും കൊണ്ടല്ലേ ഉണ്ടാവുക? ജീവ ചൂണ്ടലില് ഇര കൊത്ത് വെള്ളത്തിലിട്ടു, പാവപ്പെട്ട ബഹുമാനപ്പെട്ട മീന്. ഈ മീനിന്റെ അവസ്ഥയാണത്. എന്ത്? അപ്പൊ അതിങ്ങനെ കാണുമ്പോ അതെന്താ വിചാരിക്കണത്? അതൊരു നല്ല ഭക്ഷണം. മണ്ണരനെ അതിന് കിട്ടണമെങ്കിൽ വളരെ കഷ്ടപ്പാടാം. ഒരു മണ്ണരനെ എന്ത് ചെയ്യണം? മണ്ണരനെ കിട്ടണമെങ്കിൽ അടിയിൽ നിന്ന് എന്ത് പൊന്തിക്കണം? ചെളി പൊന്തിച്ച് ചെളിന്റെ അടിയിൽ, ആ ചെളിക്കട്ടയുടെ അടിയിലാണ് മണ്ണര ഉണ്ടാവുക. അപ്പൊ ഈ ചെളിക്കട്ട പൊന്തിക്കാനുള്ള കഴിവൊന്നും ആർക്കില്ല, ബഹുമാനപ്പെട്ട മീനിനില്ല. മീന് വെള്ളത്തിന് കിട്ടുന്നത് തിന്നയ്യ. അപ്പോഴാണ് എന്ത് കാണുന്നത്? മണ്ണര. അപ്പൊ പാവം മീൻ എന്ത് വിചാരിക്കും? അല്ലാ, എന്തൊരു നല്ല ഭക്ഷണാണ്. ഒരാളെ ഒരു 500 രൂപ ശമ്പളം കൊടുത്താണ്ട് ഒപ്പം കട്ട പൊന്തിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടിടക്കണമെന്ന് മീനിനോട്ട് ബാങ്ക് ബാലൻസും ഇല്ലല്ലോ. അപ്പൊ മീന് വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ്, വെള്ളത്തിൽ പോവാണ്. അപ്പൊ കിട്ടുന്നതേ തിന്നാൻ കഴിയുള്ളൂ. അതിന്റെ മൃഷ്ടാന്യ ഭോജ്യമായ ഒരു സാധനമാണ്
ഏറ്റവും സ്വാദിഷ്ടവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്ത്? മണ്ണിര. അതാണ് ഇങ്ങനെ വെള്ളത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണുന്നത്. അപ്പൊ ഈ പാവം എന്ത് ചോദിച്ചു? ഹൈറാണ്, തിന്നു. ഇപ്പൊ എന്തായി? ചെറായി. തന്നെ ഇതൊക്കെ ചൂണ്ടല, ഒക്കെ ചൂണ്ട, എല്ലാം ചൂണ്ട. എല്ലാ സംഘടനകളും ചൂണ്ടലിടുക. അണ്ണാക്കിരണ്ട് കുടിഞ്ഞ എൻ്റെ ഐസ് പോയി, ജവിൻ്റെ ആളായി. ഒക്കെ എനിക്ക് നല്ല നെന്നിലൊതുങ്ങലാണ്, ഒരു കൂട്ടത്തിലും കൊണ്ട് എല്ലാം ഏതും 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 പറഞ്ഞാൽ ഏതും എന്തെന്ന് പറഞ്ഞാൽ എന്ത് ത്വരീക്കത്തടക്കം. ചില ത്വരീക്കത്തിൽ കൂടിയ ദുസ്വഭാവം ഉണ്ടാവും. എന്തുകൊണ്ട്? അതിനെ മുന്നിൽ നിൽക്കുന്ന ദുസ്വഭാവികളാണ്. ദീനിന്റെ ലാഭം സത്സ്വഭാവമാണ്. ദീനിന്റെ ലാഭം വേണല്ലോ. ദീനിന്റെ ലാഭം എന്താ? സൽസ്വഭാവമല്ല. വൈന്നക ലഅല മുസല്ലിൻ അളീം എന്നല്ല ഹബീബ നബിയെ പറ്റി പറഞ്ഞു. വൈന്നക ലഅല ഖുലുഖിൻ അളീം. ഒരു സാധാരണ പണിക്ക് പോണ ഒരു അടിസ്ഥാനം, ഒരു 3ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ നിന്ന് പാഞ്ഞു പോകുന്ന അയമോട്ടിയുടെ സ്വഭാവം ത്വരീക്കത്തിന്റെ ശേഖന്മാർക്ക് ഒരു ഇല്ലാതാവുക. ഇതാണ് ആഖിർ സമാന്. കണ്ടതിന് പിന്നാലെ മുഴുവൻ പോയി കൂടണ്ട. എൻ്റെ സ്വഭാവം നാശാക്കും. വൃത്തികെട്ട സ്വഭാവമായി മാറും ചില ത്വരീക്കത്ത് കൂടിയാൽ. എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ അയാൾക്ക് നിബന്ധനയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വേറെ ആൾക്ക് പോകാൻ പാടില്ല, വേറെ പോകാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. കാരണം പിന്നെ എൻ്റെ ഈ കൂടുതൽ നാശാക്കും. ഞാൻ നല്ലവനല്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. എവിടെ പറ്റി കൂടെ? എവിടെയാണ് ഇത് കൂടെ? എവിടെയാണ്? ഖൈറിനെയും ഷിറിനെയും നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് രണ്ടും നിന്റെ മേൽ വെളിവാക്കപ്പെട്ടാൽ ഫലാ തദ്രി, നീ അറിയുകയില്ല. അയ്യഹുമാ തർക്കബു, അതിൽ എന്തിനാ ഞാൻ കയറേണ്ടത്? ഷജറന്റെ വണ്ടിയും വന്ന് നിൽക്കുന്നുണ്ട്, സുവാബിന്റെ വണ്ടിയുണ്ട്. ജിബന്റെ അയ്യ നടന്നു. അങ്ങനെയാണല്ലോ വണ്ടി കയറി. അങ്ങനെയാണ്. ഇപ്പൊ നിനക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരും വീട്ടിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പ് തന്നെ രാവിലെ ഹോണടിക്കും. ഹോണിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല. ആ വണ്ടിയിൽ കയറണ്ട, ഇച്ചും പെണ്ണുങ്ങളും നടന്നു പോയിക്കോ വണ്ടിയില്ലെങ്കിൽ. അല്ലെങ്കിൽ പൈസ കൊടുത്താൽ. കാരണം എന്തുകൊണ്ട്? ചില ആളുകളുണ്ട്, ചില പാർട്ടിക്കാരുണ്ട് എന്നറിയാം, ബൂത്തിന് മുമ്പ് ചായയും കടിയും കൊടുക്കും. ചായ കുടിച്ചാൽ കുടുങ്ങി. നേരത്തെ രാമനോട് കിളിയാട്ടം പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഓല എന്ത് പറയും? പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടേ ഇല്ലല്ലോ. ഓന്റെ കായപ്പം ചായയും എൻ്റെ പള്ളി കയറി കഴിഞ്ഞാൽ പിന്നോ പറഞ്ഞേക്കണ്ടേ? അതിന്റെ മാന്യത അല്ലെങ്കിൽ പിന്നെ എന്തു കാട്ട? കണ്ടോരെ കായപ്പൊക്കെ തിന്ന പറ്റില്ലല്ലോ. ഇത് നിനക്ക് തിരിച്ചറിയാതാവുക. അയ്യഹുമാ തർക്കബു. 2 വണ്ടി കയറിയാലും ചൂടുങ്ങും. ഷജറിന്റെ വണ്ടി കയറിയാലും കുടുങ്ങും, സ്വാബിന്റെ വണ്ടി കയറിയാലും കുടുങ്ങും. വാബിന്റെ വണ്ടി ഏതായാലും കുടുക്കിലെ വണ്ടിയാണല്ലോ. എന്താ കാട്ടുക? ഒന്നിനെ എതിർക്കും വേണ്ട, ഒന്നിന്. കാരണം നിനക്കറിയൂല. ജുമാക്ക് പോകുക, പോരുക. അവിടെ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ പാത്രം ഉണ്ടാവും. ആ പാത്രത്തിൽ എൻ്റെ കയ്യിലുള്ള പൈസ ഇട്ടാളാ, അത്ര തന്നെ. അങ്ങനെ തന്നെ. അങ്ങനെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇതാണ് ദുഖാന്. അങ്ങനെ പറയല്ല, ഞങ്ങൾ പറയല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഉസ്താദ് പണ്ട് നിങ്ങൾക്ക് പറഞ്ഞൊരു ദീനില്ലേ, അതനുസരിച്ച് ജീവിക്കന്നെ. നിങ്ങൾ ഈ ക്ലാസ്സിന് പോലും നാളെ വരണ്ടേയില്ല. നിങ്ങൾക്ക് ഇന്നെ അത്ര ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, നിങ്ങൾ വരണ്ട. നിങ്ങൾക്ക് അത്ര ഉറപ്പാണ്. ഉറപ്പുള്ള ഒരാളെ നിങ്ങൾ അവലംബിച്ചോളി. പക്ഷെ അയാളങ്ങൾക്ക് ഉറപ്പ് വേണം. അതാ ഉറപ്പാണ്. നിങ്ങൾ ഉറപ്പുള്ള ഒരാളെ അവലംബിക്കണം. അയാൾ നിങ്ങളെ അതിലേക്കും ഇതിലേക്കും തിരിച്ചുകൊണ്ടുവരുത്. അതിൽ കയറിട്ടുകൊണ്ട് സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളെ ഒപ്പം പോകരുത്. കാരണം നിനക്ക് അറിയില്ല. അയ്യഹുമാ തിർക്കബു, അതിൽ എന്തും വരാണ് കയറേണ്ടത് എന്ന് ഇപ്പോൾ നിനക്ക് അറിയില്ല.
ഇതൊക്കെ അടയാളങ്ങളാ. അപ്പൊ പറയുമ്പോ അത്തരം ഇതൊക്കെ ഇപ്പം ബഹുമാനപ്പെട്ട സമസ്ത നടത്തുന്ന പത്രമാണിത്. സമസ്തയിലെ ആലിമ്യങ്ങളൊക്കെ എത്ര മോശമാണോ? അല്ല, അവരൊക്കെ സാലിഹ്യങ്ങളായിരിക്കും. പക്ഷേ ഇത് അവരെ അറിയില്ല. ഇത് ലുക്കാബിന് ലുക്കാണ് ചെയ്യുന്നത്. ഈ ലുക്കാബിന് ലുക്കായി ചെയ്യുന്നത് ആ മനുഷ്യന്മാരെ അറിയില്ല. ചിലപ്പോ ഈ ലുക്കാബിന് ലുക്കായി ചെയ്യുന്നത് അവർക്ക് മുണ്ടാനും പറ്റൂല. കാരണം അവരുടെ സ്ഥാനം വരെ ഈ ലുക്കാബിന് ലുക്കായി എതിരായ പൊളി. യകൂനു അസഅദൻ നാസി ലുക്കാബിന് ലുക്കായി എന്ന് മുസ്തഫ നബി പറഞ്ഞു. ലാ തഖൂമു സഅ ഹത്താ അസഅദൻ നാസി ലുക്കാബിന് ലുക്കായി ഹത്താ അസഅദൻ നാസി ബിദ്ദുനിയ ലുക്കാബിന് ലുക്കായി. ലാ തഖൂമു സഅ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഹത്താ യകൂന അസഅദൻ നാസി ലുക്കാബിന് ലുക്കായി ഹത്താ അസഅദൻ നാസി ബിദ്ദുനിയ. ദുനിയാവിൽ ഏറ്റവും ജയിക്കുന്ന ആള് അന്ന് ലുക്കാബിന് ലുക്കായി. ലുക്കാബിന് ലുക്കായി എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്തിയും തറവാടും ഇല്ലാത്തവൻ. ഓന്റെ ഒറിജിനൽ തന്ത തന്നെ ഉറപ്പില്ല. ഓന്റെ ബാപ്പാന്റെ തന്തൊക്കെ ഉറപ്പുണ്ടാവില്ല. എന്നൂട്ടി കളി. അതാണ് ലുക്കാബിന് ലുക്കായി. അല്ലെങ്കിൽ ലഈം നീചൻ, എന്ത് വൃത്തിയോടും ചെയ്യാൻ മടിയില്ലാത്ത തന്തന്നെ മാനോ. ഓനും മടിയില്ല. ആ ജാതി ആളുകളെ ഇപ്പണിയെടുക്കുക. സുന്നികൾ വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനത്തിൽ ഇക്കോലം ചെയ്യണമെങ്കിൽ ഓൻ ആരായിരിക്കണം? ഈ പറടൂ, ഇവൻ ആരായിരിക്കണം? ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ ഹൃദയത്തിൽ കയറി നിന്നിട്ട് ഈ ജാതി തൊരപ്പം പണിയെടുക്കണമെങ്കിൽ ഇവൻ ആരായിരിക്കും? ഇവൻ ലുക്കാബിൻ ലുക്കായിരിക്കും. ഇത് ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അറിഞ്ഞോളന്നില്ല. ഞാൻ അറിഞ്ഞ അവർക്ക് മിണ്ടാനും പറ്റൂല. എന്തുകൊണ്ട്? ഇവരെതിരായ മറ്റൊരു പൊളിയും. ലുക്കാബിന് ലുക്കായി എന്തും ചെയ്യും. മനസ്സിലായില്ല? ലുക്കാബിന് ലുക്കായി എന്തും ചെയ്യും. നാലാളെ മൂടിയിട്ട് മറ്റൊരെ പുറത്താക്കണേ, എന്നെ പുറത്താക്കിക്കാൻ വേണ്ടി കഴിയും. പുറത്താക്കിയപ്പോ എനിക്ക് സ്പേസും ഇല്ല. അതുകൊണ്ട് ഉണ്ടണ്ട. കൈകാര്യകർത്താക്കൾ ആരായിരിക്കും? പറയടോ, കൈകാര്യകർത്താക്കൾ ആരായിരിക്കും? ലുക്കാബിന് ലുക്കായ്. എന്താണ് ലുക്കാബിൻ? ലഈം, നീജന്റെ മകൻ നീജൻ, തന്തി നിറവോടില്ലാത്തോൻ. പൈസ ഉണ്ടാവും, തന്തി നിറവോടുണ്ടാവില്ല. ആരാ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? കാസിം ഉസ്താദല്ലേ? അതെ, ആരാ? ഞാൻ വേങ്ങരന്ന് വിളിക്കണേ. പറയും. മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പേര്. പറഞ്ഞോളി. ഉസ്താദിന്റെ ഒരു പ്രസംഗം ഇപ്പൊ ഈ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് മൊത്തത്തില് മറ്റേ നമ്മളെ ലീഗിനെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നൊരു ഇത് നമ്മളെ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞൊരിതുണ്ട്. അതിപ്പോ മൊത്തത്തിൽ പ്രചരിക്കുന്നുണ്ട്. പണ്ട് ബാബക്ക് തങ്ങളുടെ കാലത്തെ ലീഗിനെ പറ്റി പറഞ്ഞതാണ്. ഇപ്പത്തെ ജാഹിലികളെ ലീഗിനെന്ന് അത് തന്നെയാണ്. പണ്ട് കാലത്ത് ലീഗൊക്കെ നല്ല സാധനമായിരുന്നു അന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഈ വൈകുന്നേരമായ കള്ളുടിച്ചുള്ള ലീഗായിരിക്കും അത് തെളിവായി പറയാൻ പറ്റില്ല. അതാണ് ഞാനും നമ്മളിപ്പോ ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കാന് ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിം മത തകരും. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. ഇവരെ നമ്മളെ ഇഫ്താർ മീറ്റിൽ വന്നിട്ട് ശംസുലമനെ പറ്റി രണ്ട് മതി പറഞ്ഞാൽ മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യയ്യേ, എന്റെ ചുണ്ണികളെ, നിങ്ങളെത്ര വലിപ്പുണ്ടല്ലോ. ചില MP മാരെ എനിക്കറിയാം, കേരളത്തിലെ മുസ്ലിം MP മാരെ. സംഘടനകൾ പാടില്ല, തെറ്റാണ്, അത് സംഘടനകൾ യൂറോപ്പാണ് അങ്ങനെയൊക്കെ പറയുന്നു. ഇതൊക്കെ ഇയാൾ പറയും. പക്ഷെ ഇയാൾ സലഫിയാണ്, ഒപ്പിട്ടടക്കും. പക്ഷെ ഇയാൾ വഹാബിയാണ്, കള്ള വഹാബിയാണ്. തിരിച്ചറിഞ്ഞോളി, അയാൾ വഹാബിയാണ്. സുന്നികൾ പറ്റാൻ നിൽക്കണ്ട. തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം MP ഉണ്ട്, അയാൾ വഹാബിയാണ്. കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം MP ഉണ്ട്. സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങളെ പേര് പറയും. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞെങ്കിൽ പേര് പറയേണ്ടി വരും.
അയാൾ കള്ള വഹാബിയാണ്, അയാളെ സൂക്ഷിക്കുക. അത് തികഞ്ഞ വഹാബിയാണ്, അയാൾ തനി വഹാബിയാണ്. അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്യമായി നശിപ്പിക്കും. പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിന് പോയി വഹാബികളായ അനവധി സുന്നികളുണ്ട്. അയാൾ കള്ള വഹാബിയാണ്. അയാളെ കരുതി ബഹുമാനപ്പെട്ട അവസ്ഥ. മര്യാദ പഠിപ്പിച്ചോളി. ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവനെ എം പി ആക്കുക. എന്നിട്ട് ഇവനെന്താ പണി? ഡൽഹിയിലവർക്ക് പണിയൊന്നുമില്ല. ഡൽഹിയിലവർക്ക് കീഴ്വായി വിട്ട് കടന്നിറങ്ങണ പണിയുള്ളൂ. ഇവിടെ വന്നിട്ട് വഹാബി ഉണ്ടാക്കുക, അതവരെ പണി. ഈ ജാതി ഹമുക്ക് എം പിമാർക്ക്. എന്നിട്ട് ഇവരെ ഇജി താങ്ങിക്കടാ മൗലാന, ഇന്റെ വാപ്പ വേറെയാ, ഞാൻ താങ്ങൂല. ഈ തൊപ്പിട്ട് നടക്കുന്ന എം പിയുടെ മുന്നിൽ 10 മിനിറ്റ് ഇരുന്നാൽ ആ മുന്നിലിരിക്കുന്ന അയാൾ വഹാബിയാക്കും. ഈ കഴിഞ്ഞ സമയത്ത് വരെ വഹാബിയാക്കിയുള്ളതുണ്ട്. നമ്മുടെ ഏറ്റി നടക്കുക. ശംസുലമാനെ പറ്റി പറയും, കമറുലമാനെ പറ്റിയും പറയും, വല്ല ഉലമാനെയും പറയും. മുനാഫിക്ക, കള്ള മുനാഫിക്കാണ്, വഹാബിയാണ്. ലീഗ് എന്ന സാധനം ആവശ്യമാണ് വിശ്വസിക്കുന്ന ആളെന്നെ ഞാനും. പക്ഷേ വഹാബിസത്തെ സുന്നികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണി നിർത്തിയിട്ടില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും. അതിന് കൂടുതൽ ആളൊന്നും വേണ്ട, റഹ്മത്ത് മതിയാവും. വളരെ ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദയ്ക്ക് ജീവിക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കുക, പണ്ഡിത സംഘടനയുടെ പണി സുന്നി മുജാഹിദ് തീരുമാനിക്കേണ്ട പണിയല്ലല്ലോ MLA-യുടെയും MP-യുടെയും പണി. അവരെന്തിനാ ഡൽഹിക്ക് പറഞ്ഞേച്ച്? അവരെന്തിനാ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞേച്ച്? സമസ്തയുടെ ഹാലിമീങ്ങളൊക്കെ പോക്കാണ്, അല്ലെങ്കിൽ സുന്നികൾ മുശ്രിക്കുകളാണ്. ഇതൊന്നും രീതിയല്ല. സൂഫികളൊക്കെ കഞ്ചാവ് വലിയന്മാരാണ് എന്നാണ് ഈ MP-മാരൊക്കെ പറയുന്നത്. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? എന്തിനാടാ മൂടനായി സുന്നി നിറ നടക്കണേ? എന്താണോ ഞങ്ങൾക്കുള്ള പണി? പറഞ്ഞ റേഷൻ കാർഡ് വെട്ടുന്നതിന് എന്റെ വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ഇന്ത്യൻ സർക്കാരല്ലേ എനിക്ക് റേഷൻ കാർഡ് തന്ന്? ലീഗിന്റെ MLA-മാരുടെ കയ്യിലാടാ റേഷൻ കാർഡ്. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന്റെ ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. ഇവരെ യഥേഷ്ടം കയറൂരി വീടുക. ഇവര് നമ്മളെ ഇഫ്താർ മീറ്റിൽ വന്നിട്ട് ശംസുലമനെ പറ്റി 2 മതി പറഞ്ഞാൽ മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളെത്ര വലിപ്പുണ്ടല്ലോ. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. എനിക്ക് ഇന്ത്യൻ സർക്കാരാണ് റേഷൻ കാർഡ് എന്നത്, അല്ലാതെ ലീഗിന്റെ MLA MP അല്ല. എനിക്കവരോട് ഒരു വിരോധമല്ല ലീഗിനോട്. ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവുകൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയുടെ പണി മോലിയർ എടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാർ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ചില MP-മാരെ പ്രസംഗം എന്റെ സംഘടന എന്തിനാ സംഘടനകൾ യൂറോപ്യൻ ഉൽപ്പന്നമല്ലേ? അതെ, ആദ്യത്തെ സംഘടന ഉണ്ടാക്കിയത് ആരാ? എടാ MP-യെ ആരടാണ്? വഹാബി. നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ്. അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല. സംഘടന യൂറോപ്യൻ ഉൽപ്പന്നമാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 ജക്കാർത്തയിൽ, ഇന്തോനേഷ്യയിൽ. ആരുണ്ടാക്കി? ഡോക്ടർ ഹൈദർ നാസിർ എന്ന വഹാബി സംഘടന ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ മതസംഘടന ഏതാ? ആദ്യത്തെ മുസ്ലിം മതസംഘടന
1921 ഐക്യസംഘം ആലിമീങ്ങൾ അപ്പോഴുണ്ടാക്കിയില്ല. സുന്നി ആലിമീങ്ങൾ നിർബന്ധാവസ്ഥയിൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ദിഫാ പ്രതിരോധം എന്ന നിലയിൽ 1926 സമസ്ത ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഘടന കൂടുമ്പോൾ വർഷമൊന്തിയാലോ ഖലീഫുണ്ടെങ്കിൽ നിർത്തിക്കളി പറയും. ഇന്ന് നിർത്തി എന്ന് പറയാൻ ആളില്ല. ഇന്ന് ചായ കുടികളും പഴംപൊരി തിന്നലും യോഗങ്ങൾ നടക്കേണ്ട ഒരു കാര്യം നടക്കണില്ല. നടക്കണ കടലാസിലേടും. അതുകൊണ്ട് തിരിച്ചറിയണം. സുന്നികൾ ലോകത്തധികാരികളായ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിട്ടുണ്ട്. അതെല്ലാം വഹാബിയത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെ നഷ്ടപ്പെട്ടു പോയി. അവർ ഭീകരവാദം വളർത്തി എന്ന് മാത്രമല്ല 1960-കൾക്ക് ശേഷം അവർക്ക് പണം കൈവന്നു. ആ പണം മുഴുവനും വഹാബിസം പ്രചരിപ്പിക്കാൻ ആര് പ്രേരിപ്പിച്ചു? ബ്രിട്ടനും അമേരിക്കയും. വഹാബിസം പ്രചരിപ്പിക്കണമെന്ന് അവരെ പ്രേരിപ്പിച്ചതാര്? സാക്ഷാൽ ബ്രിട്ടനും അമേരിക്കയും. എന്തുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാകണമെങ്കിൽ വഹാബിസം പ്രചരിപ്പിക്കപ്പെടണം? കോൾഡ് വാറിന്റെ സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് ബിൻ സൽമാന. ഇന്നത്തെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു കോൾഡ് വാറിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ നാടുകളൊക്കെ കയറി വന്നു. അവരെ പണം എല്ലായിടത്തും വന്നപ്പോൾ സുന്നി മൗലാവനന്മാരും ഒരളവോളം ഇവരെന്നായിരിക്കും ഖിയാമത്ത് നാൾ വരെ ഭരിക്കുക, മിണ്ടണ്ടെന്ന് പറയാൻ തീരുമാനിച്ചു. മഹദി മാവലും നമ്മൾക്ക് ഓതി കൊടുക്കണം മഹദിയിലെ വിശ്വാസമുള്ളൂ, ജീവിക്കുന്ന മഹദിയിൽ വിശ്വാസമല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി. എല്ലാം ലോക മുസ്ലിം രാജ്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അവരുടെ കയ്യിൽ എന്ത് ദീൻ? ലോക മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്താലും ഒരു പ്രശ്നമില്ല, ദീനില്ലാതെ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർ ബ്രിട്ടന്റെ കുട്ടിയാ, ഉണ്ടൂല. അതിന് പുറമെ അവരെ പണം മുഴുവനും ചെലവഴിക്കുന്നത് വഹാബിസവും ടെററിസവും ഭീകരവാദവും ചെലവഴിക്കാനാണ്. ഭീകരവാദം വേറെയില്ല, വഹാബിസം തന്നെ ഭീകരവാദം. യൂറോപ്പിൽ ഹോളി റോമൻ എംപയർ ഒരു ഇൻക്വിസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇൻക്വിസിഷൻ നടത്തിയത് വഹാബികളാണ്. 100 കോടി ജനങ്ങളെയാണ് യൂറോപ്പിൽ ഇൻക്വിസിഷൻ കാലത്ത് ഹോളി റോമൻ എംപയർ കൊന്നത്. അതേ പണി 1744-ന്റെയും 1818-ന്റെയും ഇടയിൽ ഹിജാസിൽ ഇവർ ചെയ്തു. പിന്നെ 1902-ന് ശേഷം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു വഹബനി റബ്ബി, ഈ താരീഖ് പഠിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അവിടെ മുസ്തഫ നബിന്റെ സഹായം ഉണ്ടാവും. ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി അത് ചെയ്തത്. നിങ്ങളെ ഞാൻ പേടിക്കണമില്ല. നിങ്ങളോടൊക്കെ പെരിയപ്പോൾ വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല. പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്, അവന് സമ്മതമുണ്ട്. അത് സാലിഹ്യങ്ങളാണ്, ഒരു സുന്നികളാണ്. ഇത്രേ ആവശ്യമുള്ളൂ.